എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത് സോളാൻഡ് 2 എന്ന അനിമയുടെ 20ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എല്ലാവർക്കും ശ്രക്ക് മോൺസ്റ്ററാണ് എന്നതിൻ്റെ മാസ്ക്, അതുപോലെ തന്നെ അതിൻ്റെ അടയാളം അത് കൊടുത്തു. എന്നിട്ട് ഔട്ടർ കോർട്ടിലെ ക്ലാസ് 1 ക്ലാസ് ടീച്ചറായിരിക്കാൻ, എന്നാൽ ഇവിടെ ശ്രക്ക് ഇൻസ്പെക്ഷൻ ടീമിലെ ലീഡറാണ് എന്ന് പറയുവാണ്. എന്ന് വെച്ചാൽ എന്താണ് ഇൻസ്പെക്ഷൻ മേ ബി അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാകാം. എന്നിരുന്നാലും അവർ റെഡിയായി. എന്നാൽ പുതിയ ടീംസിന് കൾട്ടിവേഷൻ ലെവലിൽ സ്ലോയാണ്, അതുപോലെ തന്നെ സ്പീഡ് അവരെ കൂടി നോക്കണം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് പോകാനാണ് പ്ലാൻ. യുഹാബോ, ഷൗമി, ചെങ് ആണ് ഒരു ടീം, ബാക്കിയുള്ളവർ പരസ്പരം. അതിൽ വാങ്ടോങ്ങിൻ്റെ ഒരു നോട്ടം അവർക്ക് പെട്ടെന്ന് പോകാനായിട്ട് എല്ലാവർക്കും സോൾ ഗൈഡിങ് കൊടുത്തു. ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ഇത് സംഭവം ഷിംഗ്ലു എംപയറിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ ഇവിടെ ഉണ്ടാക്കിയതല്ല. എന്നാൽ ഇതൊക്കെ കണ്ട് കൈട്ടോനാണെങ്കിൽ ഹാപ്പി, കാരണം ശ്രക്ക് 7 ഡബിൾസ് ഒക്കെ സോൾ ഗൈഡിങ് ഉപയോഗിക്കുന്നു എന്നത് കണ്ടപ്പോൾ അവന് വേണ്ട അവനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സോൾ ഗൈഡിങ് എടുക്കുകയാണ്. അതല്പം വെറൈറ്റി ആണെന്ന പോലെ. അതൊരു അഡ്വാൻസ്ഡ് ലെവല് സോൾ ഗൈഡിങ് ഫ്ലൈയിങ് വെപ്പണാണ്, വെപ്പണല്ല ടൂളാണ്. അതെടുത്ത് ഒരു ഗത്തായിട്ട് നിൽക്കുവാണ്. അതിനുശേഷം ശവശവനൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. എല്ലാവരും അതുകൊണ്ട് ചെയ്തു നോക്കി. അപ്പോൾ യുവാൻ അപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ടെലിപ്പോർട്ടായി. അവരതിനു ശേഷം പോവുകയാണ്. ഷവമി പോകുമ്പോഴും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ യുഹിങ്ങും. സാധാരണ സോൾ മാസ്റ്റേഴ്സ് പോയിട്ട് അവർക്ക് ഹാർഡായിരുന്നു കൺട്രോൾ ചെയ്യാൻ. എന്നാൽ ശ്രക്കാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് പോലും നോക്കാതെ കുറെ പേരെ കൊന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാർഗറ്റ് ഏഞ്ചൽ ഓഫ് ഡെത്ത് ആണ്. അവർ ഷിംഗ്ലു സൺമൂൺ എംപയറിന്റെ ബോർഡർ ലൈറ്റ് കണ്ടു എന്നാണ് അറിഞ്ഞ്. അവരെല്ലാവരും ഈവിൾ സ്പിരിറ്റ് ആണ്. അവർ മെർസനറി ഗ്രൂപ്പ്, സാധാരണ ആൾക്കാർ, ബിസിനസ്മാർ, അങ്ങനെയുള്ളവരെയൊക്കെ തേടി പിടിച്ച് കൊല്ലും. എന്നിട്ട് അവർക്ക് സാധനങ്ങളെല്ലാം എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. മനസ്സിലാക്കിയ അവരെത്രത്തോളം അപകടമാണെന്ന് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഈബിൾ സോൾ മാസ്റ്റേഴ്സ് അത് അവർക്കറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കുവാണ്. സംഭവം നല്ല ഈബിൾ മാർഷൽ സോൾ കൾട്ടിവേഷൻ ചെയ്യുന്നതാണ് അവര് ലൂച്ച ഗോഡിനെ പോലെ വിവിധവും ചെയ്തത്. അത് തന്നെയാണ് സംഭവം. 600 വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഇതുപോലെ ഈബിൾ കൾട്ടിവേഷൻ ചെയ്യുന്ന ഒരാൾ വന്നു. 20ാമത്തെ വയസ്സിൽ ഒരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്ററായി. ബ്ലഡ് ഈഗിൾ സോൾ മാസ്റ്റർ എന്നാണ് അയാളെ പറയുന്നത്. ആ ആളെയാണ് ശ്രക്ക് 5 വർഷമായിട്ട് തേടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആരാണെന്ന് വരും എപ്പിസോഡിൽ കാണാമായിരിക്കാം. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ആ ബ്ലഡ് ഈഗിള് കാരണം അവൻ്റെ ടീമേറ്റ് അതിനിടയിൽ മരിച്ചുപോയി. യുഹാവോനോട് നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ഒരു മടിയും കൂടാതെ പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലാവുന്നില്ല, യൂഹ നല്ലതാണോ അതോ യുഹോവന്റെ എനിമിയാണോ എന്ന്. അവരെങ്ങനെ നേരിടുമെന്ന് ചോദിക്കുമ്പോൾ എന്താ പേടിയുണ്ട്. കൊള്ളാം, അവരോട് ഗ്രാൻഡ് മാർഷൽ സോൾ അല്ല ഗ്രാൻഡ് മാർഷൽ ഷിംഗ്ലു അവിടെയുണ്ട്, അവർക്കാണ് എവിടെയാണ് ആ കറക്റ്റ് ലൊക്കേഷൻ എന്നറിയൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോന്നു. അവരേകദേശം എത്തി. യുവാൻ അവരോട് എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും അത്ര ഇഷ്ടമല്ല, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരാം, ഇത് നിങ്ങളുടെ മിഷനാണ്. യുവാൻ എന്തോ പറയുമ്പോൾ എൻ്റെ യഥാർത്ഥ ഫേസ് അവർക്ക് കാണിക്കാതെ ഇരിക്കേണ്ട. അപ്പോഴാണ് ഷൂയ്ക്ക് മറ്റൊരു ഫേസ് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ആ രൂപത്തിലേക്ക് മാറ്റി. ഇപ്പൊ ഒരു യങ്ങായ പ്രായമാണ്. അതിന് കാര്യം ചോദിക്കുമ്പോൾ സംഭവം ഷൂയി ഒരു സ്ട്രിക്റ്റ് ആയ ടീച്ചറായാണല്ലോ കാണുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെയാണ് കാണുന്നത്, സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും. അതുകൊണ്ടാണ് ആ രൂപത്തിൽ ഉള്ളത്. യങ്ങായിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ തലയിൽ കയറുമെന്ന് അറിയാമായിരിക്കാം. അങ്ങനെ അവിടെ എത്തി. അവർ പരിചയമില്ലാത്തവർ കണ്ട് എന്നെ കയറ്റിവിടുന്നില്ല എന്ന് പറയുമ്പോൾ യൂഹ് ഇങ്ങനെ കണ്ട് യങ് മാസ്റ്ററോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ ഡൈഹവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ക്യാമ്പ് ഇവിടെ വെച്ചതിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. സംഭവം എന്താണ്, സൺമൂൺ എംപയറിനെതിരെ വേണ്ടിയാണ്. ഇനി സൺമൂണാണോ കഴിഞ്ഞ സീസണിലെ മാർഷൽ സോൾ ഹാളിന് തുല്യമായിട്ട് വരുന്നതെന്നൊക്കെ നോക്കാം. ചാൻസ് കുറവാണ്, എങ്കിലും നോക്കാം. ഡൈഹവനെ കണ്ട് എല്ലാവരും റെസ്പെക്ട്. എന്നാൽ യുഹാവനാണെങ്കിൽ അവൻ്റെ അമ്മയെ കൊന്നതിനുള്ള ഉത്തരവാദി എന്ന രീതിയിലാണ് കാണുന്നത്. എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കടുപ്പായിട്ട് പറയുന്നു. വാങ്ടോങ്ങിന് കാര്യം അറിയാം, അതുകൊണ്ട് തന്നെ തട്ടിക്കൊടുത്താണ് ബോധത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ആദ്യ എപ്പിസോഡ് കണ്ടല്ലോ, എന്നാൽ ഇത് സ്വന്തം മകനാണെന്ന് അറിയില്ലായിരിക്കാം. കാരണം ആ ടൈമിലൊക്കെ യുദ്ധത്തിനായിരുന്നു പോയിരുന്നത്. അവിടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഷൂ ഏഞ്ചൽ ഓഫ് ഡെത്ത് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എന്തെങ്കിലും ക്ലൂ അതൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരാളെ മീറ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ആളെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഇനിയും മീറ്റ് ചെയ്യുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉറപ്പായി മീറ്റ് ചെയ്യും എന്ന് ഷൗമി. പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അവരോട് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് ഫുഡിന്റെ അടുത്തെത്തി. അതുകൊണ്ട് സ്പോട്ടിലെല്ലാവരും അവിടെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് യൂസാൻഷി അവൻ്റെ സംശയം. ഇത്രയും സോൾ മാസ്റ്റേഴ്സ് ആയ സോൾജേഴ്സ് ഉണ്ടായിട്ട് 50,000 പേരെന്ന് മുൻപ് പറഞ്ഞായിരുന്നു, എന്നിട്ടെന്താ അവരെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും സക്സസ് ആയില്ല. ഡൈഹവ പലതവണ ഒരുപാട് പേരെ അയച്ചു, എന്നാൽ ഒന്നിലും പ്രയോജനമുണ്ടായില്ല. ഇതുപോലെ ലക്കിനൊക്കെയാണ് രക്ഷപ്പെട്ട് വരുന്നത് തന്നെ. അതിൻ്റെ കൂടെ അടുത്തുള്ള രാജ്യമായിട്ട് വാറുണ്ടാകുകയും അതിനെ ഒരുപാട് പേര് ലോസ് ആവുകയും ചെയ്തു. അപ്പോഴാണ് ഡൈഹവ പറഞ്ഞ ആള് ഏഞ്ചൽ ഓഫ് ഡെത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഒരാളെ കാണിക്കുന്നത്. വന്നുടനെ മരണം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാണ്. 300 യങ് അഡൾട്ടായ ആൾക്കാർ ചേർന്നതാണ് അതിലെ
ഗ്രൂപ്പ്, അതിലൊരു ലീഡർ ഉണ്ട്. അയാളൊരു സോൾ കിങ്ങിന് മുകളിലാണ്. ബാക്കിയുള്ളവരെ പറ്റി അറിയില്ല. അപ്പോൾ അവർ 5 വർഷമായി തേടിക്കൊണ്ടിരിക്കുന്നത് ഈ ലീഡറിനെ അല്ല എന്ന് മനസ്സിലാക്കാം. അതൊരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്റർ ആണല്ലോ. അവർ തേടി പിടിച്ച് ടാർഗറ്റ് ചെയ്യുകയില്ല. അവരുടെ ട്രാപ്പില് നമ്മൾ ചെന്ന് കയറുകയാണ്. അവിടെയുള്ള ലൊക്കേഷൻ കിട്ടി, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ യുവാന്റെ കാര്യം ചോദിക്കുമ്പോൾ യുവാൻ വേറെ പ്ലാൻ ഉണ്ടാകും. അവർ ബ്ലൂ ഫോറസ്റ്റ് എന്നൊരു സ്ഥലത്തെത്തി. അത് ബിഗ്ഗസ്റ്റ് ഫോറസ്റ്റിൽ ഒന്നാണ്. അവരെത്തിയത് വൈകി പോയി, സൂര്യൻ മറിഞ്ഞു. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആകണമെന്ന് പറയുവാണ്. യുഹാവ അവരെ വിളിച്ച് കാണിപ്പിക്കുന്നു. അവിടെ ഒരു മരത്തിന്റെ ട്രീ ഹാർട്ട് കാണുന്നില്ല. അതിന് ഷോയി ഒരു കോൾഡ് മരത്തിന്റെ ഹാർട്ട്, അത് കോൾഡ് മാസ്റ്ററിനെ എൻഹാൻസ് ചെയ്യും. അവരുടെ കൾട്ട് വെച്ച് സ്പീഡാക്കുമെന്ന് പറയുന്നു. അവരുടെ സോളിനെ എക്സ്ട്രീം കോൾഡ് വെച്ച് സംരക്ഷിക്കുകയാണ് എന്നുകൂടി. ഈ ട്രീക്ക് വേണ്ടിയാണ് അവരിപ്പോൾ വന്നത്. അപ്പോൾ എവിടെയെങ്കിലും കാണും. ഇത് റെയർ ആണ്, അതുകൊണ്ട് തന്നെ അവരധിക ദൂരം പോയി കാണില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങി. യുഹാവനോട് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് അടുത്ത സ്പോട്ട് പറയണം. അവനും ഓക്കെ. അങ്ങനെ പോയി യുഹാവ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് ഓരോ സ്ഥലത്തുള്ളത് കണ്ട് അവർ പോയ വഴിയെ തന്നെ പോകുന്നു. അവർ പോകുമ്പോൾ ഇട്ട ഓരോരോ ക്ലൂ അല്ലെങ്കിൽ സാധനങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് പോവാണ്. ഇപ്പോൾ ഏതെങ്കിലും കേവിനുള്ളിലാകണം അവരുള്ളത്. ഷോയി കറക്റ്റ് കാര്യം തന്നെ കണ്ടുപിടിച്ച്. കാരണം അവർ ചെന്ന് കയറിയത് ഒരു മൗണ്ടൈൻ അടുത്താണ്. എല്ലാവരും അവരുടെ ഫോർമേഷൻ തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്. ഷോയി, യൂഹങ്, ഷോമി, ഷിഫങ്, യുഹാവ ഇവരാണ് ഫ്രണ്ട് ലൈനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളവർ സൈഡിലും ബാക്കിലായിട്ടും. യുഹാവോന് ഇപ്പോൾ 245 മീറ്റർ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നോക്കാൻ കഴിയും. എന്നാൽ ഒരുപാട് സോൾ പവർ അതുവഴി പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയി ആ മൗണ്ടൈൻ അടുത്തും എത്തി. അതിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ശ്രക്ക് മോൺസ്റ്റർ ഐഡന്റിറ്റി അത് ഇടാനായിട്ട് പറയുന്നു. അവരും ചെയ്തു. അത് കണ്ട് നമ്മളെ ടീംസിന്റെ ആരെങ്കിലും പോലെ തോന്നുന്നുണ്ട്. എന്തിനേലും അതിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് അങ്ങ് ദൂരേറ്റ് ഫൈറ്റ് നടക്കുന്നത് കണ്ടേ. അതെന്താ DJ പാട്ടിന്. അവർ ആ കേവിനുള്ളിലേക്ക് കയറി. എല്ലാവരും സ്പിരിറ്റ് ഷെയറിങ് അവർക്ക് കൊടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേരും മരിച്ചും കിടക്കുന്നുണ്ട്. അതൊക്കെ മറികടന്ന് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പവർഫുൾ എപ്പിസോഡ് ആകണം. ട്രെയിലറൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡ് കാണാം. അത് അടുത്ത ആഴ്ചയെ വരുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.